എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 3 റെസിപ്പികളോട് കൂടിയ ഒരു ഉച്ചഭക്ഷണത്തിൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഉച്ചഭക്ഷണത്തിൻ്റെ വീഡിയോ കുറേ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലഞ്ച് മെനു എന്നൊരു പ്ലേലിസ്റ്റിൽ ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആദ്യം തന്നെ ചീര ഉപ്പേരിയുടെ വീഡിയോ ആണ്. ചീര ഇതുപോലെ നുറുക്കി വെച്ചിട്ടുണ്ട്. നുറുക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അത് തുടക്കക്കാർക്കാണെങ്കിലും അതൊക്കെ കഴുകി വൃത്തിയാക്കാനും നുറുക്കാനും എല്ലാം അറിയുണ്ടാവുമല്ലോ. അതുകൊണ്ട് ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കാണിക്കാതിരുന്നത്. അതിനകത്തേക്ക് കുറച്ച് തേങ്ങ, ഒരു നുള്ളി ജീരകം, എരിവിന് ആവശ്യത്തിനനുസരിച്ചുള്ള പച്ചമുളക്, ഒരു വെളുത്തുള്ളി, ഒരു ചെറിയുള്ളി, 2-3 കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ഒന്ന് ഇതുപോലെ ചതച്ചെടുക്കണം. അരയ്ക്കരുത്, ഇതേപോലെ ഒന്ന് ചതച്ച് മാത്രമേ എടുക്കാവൂ. ചതച്ചു വെച്ച ഈ തേങ്ങയുടെ കൂട്ട് ഈ ചീരയിലേക്കിട്ട് നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കാം. എല്ലാം കൂടെ കൈകൊണ്ടാണെങ്കിലും ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചാൽ മതി. ഇനി ഇതിനകത്തേക്ക് ഒരു വലിയുള്ളി വേണം. വലിയുള്ളി എടുത്തിട്ട് ഇതേപോലെ ചെറുതായിട്ടൊന്ന് നുറുക്കി വെക്കാം. ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് ഈ മുറിച്ചു വെച്ചിരിക്കുന്ന വലിയുള്ളി ഇട്ട് കൊടുക്കാം. കൂടെ ഇതിനാവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയ ശേഷം അതിനകത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. യോജിപ്പിച്ചെടുത്ത ശേഷം ചെറിയ തീയിൽ വെച്ച് കുറച്ചു നേരം അടച്ചു വെച്ചൊന്ന് വേവിക്കാം. അടുപ്പ് തുറന്ന ശേഷം വീണ്ടും അതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പിന്നീട് അത് കുറച്ചു നേരം അങ്ങനെ തുറന്നു വെക്കാം. പിന്നെ അത് ഓഫ് ചെയ്യാം. ചീര ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്നാവും. അടച്ചു വെച്ച സമയത്ത് അതിനകത്തേക്ക് കുറച്ച് വെള്ളമൊക്കെ വീണിട്ടുണ്ടാവും. അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ടാണ് കുറച്ചു നേരം തുറന്നു വെക്കുന്നത്. അടുത്തത് ഒരു സമ്മന്തിയുടെ റെസിപ്പിയാണ്. ചീര ഉപ്പേരി, സമ്മന്തി, പിന്നെ പച്ച തക്കാളി വെച്ചിട്ടുള്ള ഒരു ഐറ്റവും കൂടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു പാത്രം ചൂടാക്കി അതിനകത്തേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി, കുറച്ച് സാധാരണ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഓരോരുത്തർക്കും സമ്മന്തിക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ചാണ് മുളക് പൊടി ഇടേണ്ടത്. കുറച്ച് കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. എന്നിട്ട് അതൊന്ന് ചൂടാക്കിയെടുക്കാം. കരിഞ്ഞു പോവരുത്, കൂടുതൽ ചൂടാക്കണ്ട. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. സമ്മന്തിക്ക് വേണ്ടിയിട്ട് ഇവിടെ തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഈ ചൂടാക്കിയ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ്, പിന്നെ ഓരോരുത്തരുടെ പുളിക്ക് ആവശ്യമായ അത്രയും പുളി എടുക്കാം. ചിലർക്ക് കൂടുതൽ പുളി വേണ്ടി വരും, ചിലർക്ക് കുറച്ച് മതിയാവും. അതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം അതിനകത്തേക്ക് 2-3 കറിവേപ്പില, ഒരു ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അരച്ചെടുക്കാം. സമ്മന്തി റെഡി ആയിട്ടുണ്ട്. അടുത്തത് പച്ച തക്കാളി വെച്ചിട്ടുള്ള ഒരു ഐറ്റാണ്. ഈ തക്കാളി ഇതേപോലെ മുറിച്ചെടുക്കാം. ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് ഉണക്കമുളക്, കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിൽ എരിവിന് വേണ്ടി ഈ ഉണക്കമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. അതുകൊണ്ട് ഓരോരുത്തർക്കും എരിവിന് പാകമായ ഉണക്കമുളക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ചു നേരം ഒന്ന് അടച്ചു വെച്ച് അത് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് ചെറിയ തീയിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ അത് വെന്ത് കിട്ടും. വെന്ത ശേഷം അതൊന്നുകൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം എല്ലാം കൂടെ. അതിനുശേഷം അതിനകത്തേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിക്കുന്നതും ഓരോരുത്തരുടെ പുളി നോക്കിയിട്ട് വേണം. ചില ആൾക്കാർക്ക് പുളി അധികം വേണ്ടി വരില്ല. അപ്പോൾ അതിനനുസരിച്ച് മാത്രമേ നിങ്ങൾ തൈര് ഒഴിച്ചു കൊടുക്കാവൂ. തൈര് ഒഴിച്ച ശേഷം എല്ലാം കൂടെ ഒന്നുകൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അതിനകത്തേക്ക് കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. ഇതുപോലെ കട്ട തൈര് ഇതിനകത്തേക്ക് ഇട്ടിട്ട് യോജിപ്പിച്ച് കൊടുക്കുകയാണ് നല്ലത്. കാരണം മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ വെള്ളം പോലെ ആവും. ഇത് മൂന്നും വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് ഉച്ചഭക്ഷണം ഉണ്ടാക്കി അടുക്കളയിൽ നിന്ന് വരണമെന്ന് തോന്നുന്ന ദിവസമൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലതാണ്. അതുപോലെ ഇത് മൂന്നും കൂടെ അതിൻ്റെ കൂടെ ഒരു പപ്പടവും ഉള്ള ആ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നല്ല സ്വാദാണ്. ഇതിൻ്റെ കൂടെ പപ്പടവും അതേപോലെ തലേ ദിവസത്തെ പരിപ്പും പീച്ചിങ്ങയും കൂടെയുള്ള കറിയും ഉണ്ടായിരുന്നു. ഇവിടെ മോന് ചീര ഉപ്പേരി അധികം ഇഷ്ടമല്ല, കഴിക്കാൻ വലിയ മടിയാണ്. അപ്പോൾ അവൻ ചീര കൂട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇതേപോലെയാണ് ഉണ്ടാക്കാറുള്ളത്. മോര് കൊണ്ടുള്ള എന്തെങ്കിലും ഒരു ഐറ്റം, മോരോ തൈരോ വെച്ചിട്ടുള്ളത്, പിന്നെ പപ്പടം, അതുപോലെ സമ്മന്തി, ചീര ഉപ്പേരി. ഈ ഒരു കോമ്പിനേഷൻ ആകുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഈ ഒരു ഉച്ചഭക്ഷണം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.